ഇതാ പിടിച്ചോ പിനാക്കിയോട് ഒരു അടിപൊളിക്കാൻ. ഹാപ്പി വീടില്ലടാ. ഞാൻ വരുന്നു പിനാക്കിയുടെ വീഴുന്നു. അങ്ങനെ ഹാപ്പി പിനാക്കിയോട് തോറ്റിരിക്കുന്നു. അതെ, ഞാൻ അങ്ങനെ തോറ്റ് പിന്മാറിയതൊന്നുമല്ല. ഇപ്പൊ കാണിച്ചുതരാം. വരൂ ഹാപ്പി, വരൂ വരൂ പിടിച്ചോ. അപ്പോൾ ഇതാ കളിക്കിരുന്നിരിക്കുന്നു. ഹലോ, നീ ചീറ്റിംഗ് ചെയ്താൽ പിന്നെ നിന്നെ എങ്ങനെ തോപ്പിക്കാൻ പറ്റും? നിനക്ക് വാനിഷാകാൻ പറ്റാത്തത് നീ ഒരു മനുഷ്യനായതുകൊണ്ടല്ലേ. ഞങ്ങൾ ഭൂതങ്ങൾക്ക് അത് പറ്റും. ഓ അമ്മയാണല്ലോ. നാനി വരുന്നുണ്ടല്ലോ. നാനിയോ? ആരുടെ നാനി? എങ്ങനെയുണ്ട് ഹാപ്പി? അല്ല, എങ്ങോട്ടാണ്? നാനിക്ക് ഹാപ്പിയോടൊന്ന് പറയാനല്ലേ. അമ്മ എത്ര നാളായി കണ്ടിട്ട്. സുഖമായിരിക്കുന്നു മമ്മി. ഹായ് നാനി. ഇതാരാണ്? എങ്ങനെ ഇവിടെ ആരുമില്ലല്ലോ. ഇതാണ് നമ്മുടെ പുതിയ ഫാമിലി മെമ്പർ. പുതിയ ഭൂതം? അതെ, നാനിക്കറിയാമല്ലോ ആന്റി എങ്ങനെയാണ് എന്നെയും ഗപ്പുവിനെയും ദത്തെടുത്തതെന്ന്. അങ്ങനെ തന്നെയാണ് ഇവനെയും ദത്തെടുത്തത്. ഇപ്പോഴിവൻ ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. മോൻ ഇവിടെ വരൂ, നാനിയുടെ അടുത്ത് വരൂ. ഇതെന്താണ്? ഇവൻ ഇപ്പോഴും നല്ല ചൂടുണ്ടല്ലോ. ഇവനൊരു മനുഷ്യനാണോ? അല്ലല്ല, ഇവൻ പുതിയ ഭൂതമാണ്, അതുകൊണ്ടാണ്. വരൂ നാനി, നമുക്ക് ഭക്ഷണം കഴിക്കാം. സൂര്യാന്റി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതാണ്. വരൂ. ഞാൻ ഇതിലെങ്ങനെ പോകും? ഇതിലെന്തോ പ്രശ്നം മണക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല. നാനി വരൂ, വന്നോളൂ. വരൂ, എല്ലാവരും ഇവിടെ വന്നിരിക്കൂ. ഇവൻ എങ്ങനത്തെ ഭൂതമാണ്? ഇവന് ചുമരിന്റെ ഉള്ളിൽ കൂടി പോലും പോകാൻ പറ്റില്ലല്ലോ. ഇവൻ പുതിയതായി ഭൂതമായതല്ലേ, അതിന്റെ പ്രശ്നങ്ങളാണ്. ഞാൻ ശ്രദ്ധിച്ചു. ഇവന് പറക്കാനും പറ്റിയില്ല, ചുമരിന്റെ ഉള്ളിലൂടെ കടക്കാനും പറ്റിയില്ല. ഇതിങ്ങനെ പോയാൽ പറ്റില്ല. അമ്മ, നിങ്ങൾ ഒട്ടും മാറിയിട്ടില്ലല്ലോ. ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ അതേ സംശയരോഗം. അത് നീ പറഞ്ഞത് ശരിയാണ്. നല്ല സ്വഭാവങ്ങൾ ഒരിക്കലും മാറാൻ പാടില്ല. എടാ ചെറുക്ക, ആ പുതിയ കുട്ടി പിനാക്കി എവിടെ പോയി? അതാ അവിടെ നോക്കൂ, അവനവിടെ പറക്കുന്നു. തലകുത്തി. തലകുത്തി? അയ്യോ, തലകുത്തി. എങ്ങനെയുണ്ട്? ഓഹോ, ഈ കുട്ടിയെ നിങ്ങൾ എന്താണ് ട്രെയിനിങ്ങിന് അയക്കാത്തത്? ഭൂതങ്ങളുടെ ഒരു കാര്യം അവന് കൃത്യമായി അറിയില്ല. നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യിക്കാം. നിന്റെ സൂര്യ ആന്റി, ഹാപ്പി, പിന്നെ ഗപ്പു, ഇവരെയൊക്കെ ആരാ ട്രെയിൻ ചെയ്തതെന്ന് അറിയാമോ? ശരിയാണ്, ഞാൻ തന്നെ. പക്ഷെ ഈ വയസ്സുകാരനെ മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അതെ, നിങ്ങൾ എന്താ നാനിയോട് സത്യം പറയാതിരുന്നത്? മനുഷ്യൻ ഇത്ര മോശക്കാരനാണോ? അങ്ങനെ ഒന്നുമല്ല പിനാക്കി. ഭൂതങ്ങളും മനുഷ്യരുമായിട്ടുള്ള പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ടുള്ളതാണ്. ഇതിൽ നിന്റെ യാതൊരു പങ്കുമില്ല. അമ്മായിയമ്മയും മരുമകളും പോലെ. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇവനെ ഒളിപ്പിച്ചു വെക്കാനും പറ്റില്ല. നാളെ മുതൽ ഇവന് ട്രെയിനിങ് തുടങ്ങാൻ പോകുക. അയ്യോ, ഇവൻ ട്രെയിനിങ്ങിൽ പോയാ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും. ഒരു കുഴപ്പമുണ്ടാകില്ല. ഞാനൊരു ഭൂതമായി നന്നായി ആക്ട് ചെയ്യാം. നിങ്ങൾ മനുഷ്യരായി ചിലപ്പോഴൊക്കെ ആക്ട് ചെയ്യുന്നത് പോലെ. ഭൂതങ്ങൾക്ക് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല. മനുഷ്യരാവാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ മനുഷ്യന് ഭൂതമാകാൻ മിഷൻ ഇംപോസിബിൾ. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും മാജിക് ചെയ്യേണ്ടി വരുമെന്ന്. മാജിക് എന്ന് പറഞ്ഞാൽ കണ്ണുകളെ പറ്റിക്കുന്നതാണ്. നമുക്ക് നാനിയെ വിശ്വസിപ്പിക്കാൻ നാനിയുടെ കണ്ണുകളെ പറ്റിച്ചാൽ മതി. ദേ നിങ്ങൾ നോക്കൂ, ഞാൻ എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ഇവൻ നേരത്തെ തന്നെ പുറത്തായേനെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ എന്ത് ചെയ്താലും
ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പിനാക്കിയുടെ കുറവുകൾ നാനിയുടെ മുന്നിൽ ഒരിക്കലും പുറത്തു വരരുത്. നോ മിസ്റ്റേക്സ്. വളരെ ശരിയാണ് ഹാപ്പി. നോക്കൂ, നിങ്ങളല്ലേ അവനെ എപ്പോഴും വഴക്ക് പറയുന്നത്. വേഗം എഴുന്നേൽക്കൂ, ട്രെയിനിങ് തുടങ്ങാൻ സമയമായി മോനെ. നിനക്കറിയാലോ എല്ലാരെയും ആരാ ട്രെയിൻ ചെയ്തതെന്ന്. നിങ്ങൾ തന്നെ നാനി. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരിക്കലും ഇനി കിട്ടില്ല. ഏത്? നിന്നെ ടിക്കിൾ ചെയ്യാൻ. പിനാക്കി, ഇത് നല്ല പവറോടെ പറപ്പിക്കൂ. എന്നിട്ട് കൃത്യം ഗപ്പുവിന്റെ മുഖത്ത് തന്നെ കൊള്ളിക്കണം. ദാ ഇതുപോലെ. ഇതാ നിന്റെ ചാൻസ്. ഇത് ഹാപ്പിയുടെ കഴിവാണ്. ഇത് നാനിയുടെ കഴിവാണ്. മനസ്സിലായോ? ഹാ പിനാക്കി, നീ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കേ നാനി. സബാഷ്, കൊള്ളാമല്ലോ മോനെ. നീ ഹാപ്പിയെക്കാളും ഗപ്പുവിനേക്കാളും ഫാസ്റ്റ് ആണല്ലോ. അത് കൊള്ളാം. ഈ സൂര്യയെക്കാളും വളരെ ഫാസ്റ്റാ. വരൂ, ഇനി അടുത്ത ടെസ്റ്റ്. ഈ ടെസ്റ്റ് പറക്കാനുള്ളതാണ്. പറക്കാനോ? അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. എന്താ സംഭവിക്കുന്നത്? അയ്യോ, അയ്യോ, ഞാനിപ്പോ വീഴുവേ. വെൽക്കം ടു ദ ഹാൻഡ് ടൈറ്റ് ക്ലബ്. ഇതിന്റെ പുറകിൽ ആരുടെ കൈകളാണ്? എടാ മീശക്കാരാ, നീ ഒരിക്കലും നന്നാവില്ലേ. വേണ്ട വേണ്ട വേണ്ട. നീ അവിടെ മിണ്ടാതിരുന്നോണം. നേരെ നടന്നു മോനെ. ഇവൻ എന്താ പറ്റിയത്? പിനാക്കി പഠിക്കാൻ കുറച്ച് സ്ലോ അല്ലേ, അതുകൊണ്ടാ. വരൂ, ഇനി നമുക്ക് എന്തെങ്കിലും പുതിയത് ചെയ്യാം. നല്ല സ്പീഡിൽ ഓടി വന്നിട്ട് മതിലൂടെ പുറത്തു കിടക്കണം. ശരീരഭാരം കുറച്ചിട്ട് ദേ ഇതുപോലെ. ഞാനും അതിനപ്പുറത്തേക്ക് പോകും, നീ വീടിന് പുറത്തേക്കും. ദേ ഇതുപോലെ ചെയ്യൂ ചെയ്യൂ, വേഗം. ഈ മതിലിന്റെ ആണോ? ആ അതെ അതെ, ഈ മതിലിന്റെ തന്നെ. ശരി ശരി, സാരമില്ല, ആദ്യം അങ്ങനെ ഉണ്ടാകും. എന്റെ തല കറങ്ങുന്നേ. ഇതെന്നു മുതലാ ഭൂതങ്ങൾക്ക് തലകറങ്ങി തുടങ്ങിയത്? ആഹാ അതെ മമ്മി, അവൻ ക്ഷീണിച്ചിട്ടുണ്ടാവും. പുതിയതായി ഭൂതമായതല്ലേ, അവ പഠിച്ചോളും. 1-2 ദിവസം കൂടി അവന് കൊടുക്കൂ. ഇന്നിതിപ്പോ ഒരുപാട് ട്രെയിനിങ് ആയില്ലേ. ഇനി വാ മമ്മി, കുറച്ച് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം പിന്നെ കഴിക്കാം. ആദ്യം കുറച്ച് വെള്ളം തരൂ. വെള്ളം? വെള്ളം കുടിക്കുന്നോ? എന്നിട്ട് ഇവൻ സ്കെലറ്റൻ ആയില്ല. ഈ കുട്ടി വെള്ളം കുടിച്ചിട്ടും സ്കെലറ്റൻ ആയില്ല. അപ്പോൾ മനുഷ്യനാണ്. എല്ലാവരും എന്നോട് കള്ളം പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും എന്നോട് കള്ളം പറഞ്ഞു. നിങ്ങളും ഒരു കാലത്ത് മനുഷ്യനായിരുന്നില്ലേ? ഇതിലിപ്പോ ഇവൻ എന്ത് തെറ്റാ ചെയ്തേ? അവൻ നന്നായി ശ്രമിച്ചില്ലേ? ബബലി, നീ എന്നോടൊന്നും പറയണ്ട. നീയും നിന്റെ ഫാമിലിയും എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മമ്മി മിണ്ടരുത്. സ്വന്തം മമ്മിയോട് കള്ളം പറഞ്ഞു ഒരു മനുഷ്യ കുഞ്ഞിനെ വളർത്തുന്നോ? നാനി, ഇത് ഇവരുടെ ആരുടെയും തെറ്റല്ല. ഞാനാണ് ഇവരോട് പറഞ്ഞത് ഒരു ഭൂതമായി ആക്ട് ചെയ്ത് നാനിയെ സന്തോഷിപ്പിക്കാന്ന്. എന്നാലല്ലേ നിങ്ങൾ എന്നെ സ്നേഹിക്കൂ. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ മനസ്സിലാക്കണമായിരുന്നു ഭൂതങ്ങളുടെ ഫാമിലിയിൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ലെന്ന്. ഞാൻ പറ്റാവുന്നത്ര ശ്രമിച്ചു. പക്ഷേ ഞാനൊരു മനുഷ്യനല്ലേ. തോറ്റുപോയി. സോറി നാനി, ഐ ആം റിയലി സോറി. മമ്മി ഒന്ന് സമ്മതിക്കൂ. നിൽക്കൂ. നിനക്കറിയാമായിരുന്നില്ലേ നിനക്ക് മതിലിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ലെന്ന്? പക്ഷെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ സ്വയം വേദനിപ്പിക്കായിരുന്നോ? നിന്റെ മുമ്പിൽ ഞാൻ തോറ്റു. നിന്നെ പോലൊരു കുഞ്ഞിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ ഈ ഗുണങ്ങൾ കൊണ്ട് ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നു. നീ ഇനി മുതൽ ഇവിടെ താമസിച്ചാൽ മതി. താങ്ക് യു നാനി.